സംഘടന ഇനിയെങ്കിലും നന്നാവണം. അവിടെ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് നീതി ലഭിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാടുന്നത്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വൃത്തികെട്ട കഥകളാണ് അമ്മയിൽ നിന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത്. അൻസിബ ഹസൻ പലതും തുറന്നു പറയുന്നു. ടിനി ടോമിന്റെ ഏറ്റവും മ്ലേച്ഛമായ സംസാരം, പണത്തിനു വേണ്ടി തമ്മിലടി, നിറഞ്ഞ അഴിമതി, അതാണ് അമ്മ. പണം കൈയിട്ട് വാരാൻ ഒരു കൂട്ടം താരങ്ങൾ. ഈ അടുത്ത കാലത്തിറങ്ങിയ മോഹിനിയാട്ടം എന്ന സിനിമ ഒരു ക്ഷേത്രത്തിന് മറവിൽ നടക്കുന്ന കൊടും തട്ടിപ്പ്. അതിന് സമാനമായിരുന്നു ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ അമ്മ സംഘടനയുമായി ഉണ്ടാക്കിയ ഒരു കരാർ. അമ്മയുടെ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ദല്ലാൽ നന്ദകുമാറും ചേർന്നാണ് ഇത്തരമൊരു കരാർ ഒരുക്കിയത് എന്ന് അമ്മയുമായി ബന്ധപ്പെട്ട ഭാരവാഹികൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നു. ഒരു സ്വകാര്യ ക്ഷേത്രത്തിൽ നിന്ന് ഭീമമായ തുക സ്പോൺസർഷിപ്പായി അമ്മ എന്ന സംഘടന കൈപ്പറ്റുന്നു. ഇതൊരു കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. സാധാരണ അമ്പലങ്ങളിലെ പ്രോഗ്രാം മറ്റുള്ളവർ സ്പോൺസർ ചെയ്യുകയാണ് പതിവ്. എന്നാൽ അമ്പലം തന്നെ ഇപ്പോൾ അമ്മയ്ക്ക് മുന്നിൽ സ്പോൺസറായി എത്തിയിരിക്കുന്ന കാഴ്ച. ക്ഷേത്രത്തിൻ്റെ പെരുമ നാടാകെ എത്തിക്കുക എന്ന അജണ്ടയോടെയാണ് ദല്ലാൽ നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റി ഒരു നീക്കം നടത്തുന്നത്. ഒരു ക്ഷേത്രം തങ്ങളുടെ സ്പോൺസർമാരായി മാറുന്നതിൻ്റെ അപകടം അൻസിബ ചൂണ്ടിക്കാട്ടി. ഇതോടെയാണ് ടിനി ടോം കോപിച്ചത്. കോടികളുടെ സാമ്പത്തിക ഇടപാടുകളും സ്പോൺസർഷിപ്പുകളുമൊക്കെ ഇപ്പോൾ വലിയ പൊട്ടിത്തെറിയിലെത്തി നിൽക്കുന്നു. അതിനു പിന്നാലെ അവിഹിത കഥകൾ വരെ ചിലർ വിളിച്ചു പറയുന്നു. അൻസിബയെക്കുറിച്ചുള്ള അനാവശ്യം ടിനി ടോം വിളിച്ചു പറയുന്നത് കേട്ടത് നീന കുറുപ്പിനെ നേരത്തെ ലക്ഷ്മിപ്രിയ അപമാനിച്ചിരുന്നു. ഇപ്പോഴിതാ നീന കുറുപ്പ് അമ്മ പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും വിശദമായ ഒരു പരാതി നൽകി. ആ പരാതി മലയാളി വാർത്ത പുറത്തുവിടുന്നു. ആദരണീയ മാഡം, അമ്മ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ടിനി ടോമിന്റെ ആവർത്തിച്ചുള്ള ദുർവ്യവഹാരം, അസഭ്യവും അംഗീകരിക്കാനാകാത്തതുമായ പെരുമാറ്റം എന്നിവയെ സംബന്ധിച്ച് ഗൗരവമായ ഒരു ഔദ്യോഗിക പരാതി സമർപ്പിക്കുകയാണ് ഞാൻ. അതിനായാണ് ഈ കത്തെഴുതുന്നത്. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിൽ അമ്മ കുടുംബസംഗമത്തിൻ്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായ അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാള വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു. അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. ഡാഷ് ഡാഷ് മോളെ, ഡാഷ് ഡാഷ്. ഇതൊന്നും നമുക്ക് വായിക്കാൻ കഴിയില്ല, അത്ര പച്ചത്തെറി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എൻ്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈകൂട്ടി മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എൻ്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റിയത് കാരണം അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാത്തതെന്നാണ് സത്യം. ഇത്തരം പെരുമാറ്റം ഭീതിപ്പെടുത്തുന്നതും ഞെട്ടിക്കുന്നതും ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിന് യോജിക്കാത്തതുമാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ലെന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ടിനി ടോം പല അവസരങ്ങളിലും നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പൊതുസ്ഥലങ്ങളിലുമായി മറ്റു പലരോടും അസഭ്യവും അപമാനകരവും വേദനിപ്പിക്കുന്നതുമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തലത്തിലാണ്. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിൻ്റെ മേൽ മതതീവ്രവാദത്തെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിൽ അനാചാരമായ ലൈംഗിക ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനും ഞാൻ സാക്ഷിയാണ്. ഈ ആവർത്തിച്ചുള്ള പെരുമാറ്റ രീതി അസോസിയേഷനുകളിൽ ഭയം, അസ്വസ്ഥത, അനാദരം എന്നിവ നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില വനിതാ അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭീഷണിപ്പെടുത്തലിനും പരസ്യമായ അപമാനങ്ങൾക്കും ഭയന്ന് തുറന്ന അഭിപ്രായം പറയാൻ പോലും മടിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വ്യക്തിപരമായി എനിക്ക് അതീവ മാനസിക പീഡനവും പൊതുജനങ്ങൾക്ക് മുന്നിലുമുള്ള അപമാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുപരി ഇത് നമ്മുടെ അസോസിയേഷനായ അമ്മയുടെ അന്തസ്സിനും പ്രതിഷ്ഠയ്ക്കും കളങ്കമുണ്ടാക്കുന്നതുമാണ്. ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ശിസ്തം, സത്യനിഷ്ഠ, പരസ്പര ബഹുമാനം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതാണ്, അല്ലാതെ അതിനെ തകർക്കുന്നതല്ല. അതുകൊണ്ട് ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ പരിഗണിച്ച് അടിയന്തരവും നിഷ്പക്ഷവുമായ അന്വേഷണം ആരംഭിക്കണമെന്നും തുടർന്ന് അദ്ദേഹത്തിനെതിരെ അനുയോജ്യമായ ശാസന നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആവശ്യമായ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതിനും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നതിനും ഞാൻ സന്നദ്ധയാണ്. അസോസിയേഷൻ്റെ പരമോന്നത അധികാരികൾ എന്ന നിലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും എല്ലാ അംഗങ്ങൾക്കും സുരക്ഷിതവും മാന്യവും ബഹുമാനപൂർണവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമായി ആവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസ്തയോടെ നീന കുറുപ്പ്, EC മെമ്പർ, അമ്മ അസോസിയേഷൻ. എത്ര ക്രൂരമാണ് ടിനി ടോമിൻ്റെ വാക്കുകൾ! പച്ചയ്ക്ക് ആവാസം പറയുക, തെറി വിളിക്കുക.
രണ്ടാനച്ഛനുമായി ചേർത്ത് പോലും അവിഹിത കഥകൾ പ്രചരിപ്പിക്കുക വൃത്തികേടല്ലേ ഇയാളെപ്പോലെയുള്ളവർ അവിടെ ചെയ്തു കൂട്ടുന്നത്. ചങ്ക് പൊട്ടി അൻസിബ ഈ സംഭവത്തിൽ പ്രതികരിച്ചതിങ്ങനെ. എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ഇന്നിപ്പോ ഇടേണ്ടി വന്നതാണ്. ഞാൻ അൻസിബയാണ്. ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് ഇടേണ്ടി വന്നതാണ് കേട്ടോ. ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ടായിരുന്ന ജോയിന്റ് സെക്രട്ടറി ആയി എനിക്ക് ആ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് നീതി ലഭിക്കാത്തത് കൊണ്ടാണ് എനിക്ക് പുറത്തിറങ്ങി ഇതെല്ലാം വിളിച്ചു പറയേണ്ട അവസ്ഥ വന്നത്. അത് പുറത്തിറങ്ങി ഞാന് ധൈര്യത്തോടെ ഒറ്റയ്ക്ക് നിന്ന് വിളിച്ചു പറയുമ്പോഴും അത് മറ്റൊരാൾ കേട്ടതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വെറും ഒരു പരദൂഷണമായിട്ട് പറയാൻ നമ്മുടെ സംഘടനയിലുള്ള ചിലർക്ക് എങ്ങനെയാണ് പറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യങ്ങളുടെ വ്യക്തത ഇല്ലാതെ, ഒരു ക്ലാരിറ്റി ഇല്ലാതെ എങ്ങനെയാണ് ഞാൻ പറയുന്നത് ഒരു പരദൂഷണമായിട്ട് പറയാൻ പറ്റുക എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ ഇത്രയും ധൈര്യത്തോടെ സമൂഹത്തിന്റെ മുന്നിൽ വന്നു സംസാരിക്കുകയാണ്. ഈ സംഘടന ഇനിയെങ്കിലും നന്നാവണം, അവിടെ ഇനിയെങ്കിലും സ്ത്രീകൾക്ക് നീതി ലഭിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാടുന്നത്. അപ്പോ വെറും മോശമാക്കി അതിനെ മാറ്റുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവാത്ത കാര്യമാണ്. എപ്പോഴും പുരുഷന്മാരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ നമ്മുടെ സംഘടനയിലുള്ളവര്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ സത്യം മാത്രമേ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളൂ. ആ സത്യം പറഞ്ഞതിന്റെ പേരിലാണ് എന്നെ ഇപ്പൊ മോശക്കാരിയാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകളെ കൊണ്ട് തന്നെ എനിക്കെതിരെ സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു മോശം പ്രവണതയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പറ്റി ടിനി ടോം ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ നീനാക്കുറുപ്പ് ചേച്ചി വന്ന് എന്നോട് പറയുകയും മറ്റ് ചില അംഗങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് ടിനി ടോം ചേട്ടൻ എന്നെ പറ്റി ഇത്തരം അപവാദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് കേട്ടു എന്ന് സാക്ഷി പറയാൻ നീനാക്കുറുപ്പ് ചേച്ചി തയ്യാറായി മുന്നോട്ട് വന്നതാണ്. ഇന്ത്യൻ നിയമപ്രകാരം അങ്ങനെ ഒരാൾ സാക്ഷി പറയാൻ തയ്യാറാണെങ്കിൽ അത് ഏറ്റെടുക്കും. കോടതിയിൽ അത് വിശ്വസനീയമാണ്. അങ്ങനെയുള്ള ഒരു കാര്യത്തെയാണ് അവിശ്വസിക്കണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ സംഘടനയിലുള്ള ചില സ്ത്രീകൾ തന്നെ പുറത്തോട്ടേക്ക് വരുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. രാവിലെ തന്നെ ഞാനിത് നമ്മുടെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം എന്തോരം മാനസിക വേദന ഉണ്ടായിട്ടായിരിക്കുന്നു. അപ്പോ പരാതി പറയുന്ന സ്ത്രീയെ മോശക്കാരിയാക്കുന്നത് എന്ത് പ്രവണതയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം ചേട്ടൻ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഘോരഘോരം വാദിക്കുന്ന സ്ത്രീകളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നീനാക്കുറുപ്പ് ചേച്ചി അയച്ച പരാതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ പരാതി നിങ്ങൾ ഒരിക്കലെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ടിനി ടോം ചേട്ടന് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വരില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര സങ്കടമുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് അതിനെ എതിർത്തതുകൊണ്ട് മാത്രമാണ് ജിഹാദി എന്ന വിളിപ്പേര് അൻസിബയ്ക്ക് മേൽ ടിനി ടോം ചാർത്തിക്കൊടുത്തത്. അമ്മയുടെ പരിപാടിക്ക് വേണ്ടി വെണ്ണലയിലുള്ള ഒരു ക്ഷേത്രം ടൈറ്റിൽ സ്പോൺസറായി കടന്നു വരിക, അതും ദല്ലാൽ നന്ദകുമാറിന്റെ ഇടപെടലോടെ. മുമ്പൊരിക്കൽ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ വരുത്തിവെച്ചിരുന്നു അമ്പലം. ഔദ്യോഗിക ടൈറ്റിൽ സ്പോൺസറാകാൻ ഒരു അമ്പലത്തിന് കഴിയില്ലെന്നും അങ്ങനെ ചെയ്താൽ അത് മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ കാരണമാകുമെന്ന് അൻസിബ വാദിച്ചു. ഇതിൽ അൻസിബയുടെ ജാതിയും മതവും ഒന്നും തിരയേണ്ടതില്ല. അവർ പറഞ്ഞത് പച്ച പരമാർത്ഥം. ഇപ്പോഴിതാ ഈ വിവാദ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളുടെ വിശദാംശങ്ങൾ പുറത്തുവരുന്നു. ഒപ്പം ടിനി ടോം ചെയ്ത ക്രൂരതകൾ ഒന്നൊന്നായി അമ്മയിലെ വനിതാ അംഗങ്ങൾ വിളിച്ചു പറയുന്നു. അമ്മയുടെ പരിപാടി സ്പോൺസർ ചെയ്യാൻ ഒരു അമ്പലം ദല്ലാൽ നന്ദകുമാർ വാഗ്ദാനം ചെയ്തത് 75 ലക്ഷം രൂപ. മുൻപ് അൻസിബയോട് ശ്വേതാ മേനോൻ പറഞ്ഞത് സമാനമായ ചില കാര്യങ്ങൾ. 75 2 കോടി ചോദിച്ചാലും അവർ തരുമെന്ന്. അൻസിബയ്ക്ക് അനുകൂലമായി സാക്ഷി പറഞ്ഞു എന്ന പേരിലാണ് നീനാക്കുറുപ്പിനെ പച്ചയ്ക്ക് തെറിവിളിച്ചത് ടിനി ടോം. അൻസിബയ്ക്ക് ഐക്യദാർഢ്യവുമായി ഇപ്പോൾ നിരവധി വനിതാ അംഗങ്ങൾ രംഗത്തെത്തി. മാല പാർവതിയെപ്പോലുള്ളവർ അമ്മ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുന്നു. ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ കട്ടയ്ക്ക് പ്രതികരിക്കുന്നു. പണ്ട് ശ്വേതയും കുക്കുവും ആദ്യം ഒരുമിച്ചു. മെമ്മറി കാർഡിന്റെ പേരിൽ കുക്കുവുമായി പിന്നീട് പ്രശ്നം. ക്ഷേത്രം സ്പോൺസർഷിപ്പിനെ എതിർത്തതിന്റെ പേരിൽ അൻസിബയ്ക്കെതിരെ തെറിവിളി. ശ്വേതയ്ക്ക് പണം വാങ്ങി സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കണമെന്ന താല്പര്യം. എല്ലാത്തിനും പിന്നിൽ പണത്തിനു വേണ്ടിയുള്ള ആർത്തി ഒടുവിൽ അമ്മയെ തെരുവിലിട്ട് അലക്കാൻ കാരണമാകുന്നു. സ്പോൺസർഷിപ്പിന് ഒരു മാർക്കറ്റിംഗ് ടീം രൂപീകരിച്ചു. ശ്വേതാ പാർവതിയാണ് ഈ മാർക്കറ്റിംഗ് ടീമിന് രൂപം കൊടുത്തത്. സിജോയ് വർഗീസ്, ടിനി ടോം, കൈലാസ്
ഇവരായിരുന്നു ആ ടീമിൽ ഉൾപ്പെട്ടത്. അവിടെ വലിയ തോതിൽ കമ്മീഷൻ വിഷയം ഉയർന്നു. അതിനെ അൻസിബ എതിർത്തു. സ്പോൺസർഷിപ്പായി കിട്ടുന്ന പണത്തിൽ നിന്ന് കമ്മീഷൻ നൽകാൻ പാടില്ല എന്നതായിരുന്നു അൻസിബയുടെ വാദം. കുടുംബസംഘത്തിന് സ്റ്റീഫൻ ദേവസിക്ക് 15 ലക്ഷം രൂപ പ്രോഗ്രാമിന് കൊടുക്കണമെന്ന വാദം ഉയർന്നു. നമ്മുടെ കുടുംബസംഗമമല്ലേ, അതിൽ 15 ലക്ഷം രൂപ എന്തിനു കൊടുക്കുന്നുവെന്നാണ് അൻസിബ ചോദിച്ചത്. ഒരു വശത്ത് ലക്ഷ്മിപ്രിയെ പോലെ പച്ചയ്ക്ക് തെറിവിളിക്കുന്ന ഒരു കൂട്ടം നടികൾ, മറുവശത്ത് അൻസിബയെ പോലെ എല്ലാം നല്ലതുപോലെയൊക്കെ നടക്കണമെന്ന് വാദിക്കുന്നവർ. ഇതിനിടയിൽ ടിനി ടോമിനെ പോലെ പച്ചയ്ക്ക് തെറിവിളിച്ച് ഗുണ്ടായിസം കാട്ടി മറ്റുള്ളവരെ ഭയപ്പെടുത്താൻ ഒരു കൂട്ടം നടന്മാർ. സിനിമാ താരങ്ങളെ പലപ്പോഴും അമ്മ സംഘടനയിൽപ്പെട്ട മറ്റു നടന്മാർ ചരക്കെന്നൊക്കെയാണ് പച്ചയ്ക്ക് വിളിക്കാറുള്ളത്. പച്ചയ്ക്ക് സെക്സ് സംസാരിക്കാനും ഇവർക്കൊന്നും മടിയില്ല. വലിയ തോതിലുള്ള സാമ്പത്തിക തട്ടിപ്പും അമ്മയിൽ നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ സ്ഥിരീകരിക്കുന്നത്. കുടുംബമേളയുടെ സൗണ്ട് സിസ്റ്റം വാടകയ്ക്കെടുത്തതിൽ വൻ തുക തട്ടിപ്പ് നടത്തി എന്നൊരു വിഭാഗം ആരോപിക്കുന്നു. സംഗീത പരിപാടിയുടെ പേരിലും വൻ തട്ടിപ്പ്. കേറ്ററിംഗിന്റെ പേരിൽ തട്ടിയെടുത്തത് 5 ലക്ഷം. ചരിത്രത്തിലെ ഏറ്റവും വലിയ പൊട്ടിത്തെറിയാണ് അമ്മ സംഘടനയിൽ ഇപ്പോൾ നടക്കുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും തികഞ്ഞ മൗനത്തിൽ. ഒരു വശത്ത് ശ്വേതാ മേനോന്റെ ചേരി, മറുവശത്ത് കുക്കു പരമേശ്വരന്റെ ചേരി. 2 പെണ്ണുങ്ങൾ തമ്മിലുള്ള കൂട്ടയടി കണ്ടു നിൽക്കാൻ രസം. ഒരു കുടുംബസംഘവും നടത്തിയ അമ്മയുടെ ഗതി ഇതാണ്. കൂടുതൽ പരിപാടികൾക്ക് ഇറങ്ങിത്തിരിച്ചിരുന്നു എങ്കിൽ അടിച്ച് എന്നേ പിരിഞ്ഞേനെ. കുറച്ചു മാസമായി അമ്മയുടെ ഓഫീസിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും തനിക്കറിയില്ല എന്നാണ് ശ്വേതാ മേനോൻ അടുപ്പമുള്ളവരോട് പറയുന്നത്. ജനുവരി മുതൽ സെക്രട്ടറി കാര്യങ്ങളൊന്നും കൃത്യമായി പറയാറില്ല. സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിലടി, അംഗങ്ങൾ തമ്മിൽ മുതുവടി. വല്ലാത്ത കാഴ്ച ഈ അമ്മ സംഘടനയിൽ. എത്രയും പെട്ടെന്ന് ഈ സംവിധാനം ഒന്ന് പിരിച്ചുവിട്ട് ഈ കേരളത്തെ ഒന്ന് രക്ഷിച്ചിരുന്നെങ്കിൽ. ഇതുമാതിരി വൃത്തികെട്ട നാറിയ കഥകൾ കേട്ട് കേരളം മടുത്തു. സിനിമയല്ല, അതിനേക്കാൾ മ്ലേച്ഛമായ കഥകളാണ് അമ്മ സംഘടനയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇനി പലരുടെയും പല കഥകളും എടുത്തിട്ട് അലക്കുമെന്ന ഭീഷണിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.